തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചിലിൽ തെരുവനായ വീട്ടമ്മയുടെ വിരൽ കടിച്ചെടുത്തു. കോഴിക്കോട് പേഴുമൂട് സ്വദേശി ഓമനയുടെ ഇടത് കൈയിലെ വിരലാണ് കടിച്ചെടുത്തത്. പേഴുമൂട് സ്വദേശി ഷാമില ബീവി, ഭർത്താവ് മാഹിൻ കണ്ണ്, ഓമനയുടെ ഭർത്താവ് ശ്രീകണ്ഠൻ എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റു. പാചകത്തിനായി അടുക്കള വാതിൽ തുറന്നപ്പോൾ അക്രമാസക്തനായ തിരുവനായ വീടിനകത്തേക്ക് കുതിച്ചു കയറി ഷാമില ബീവിയെയാണ് ആദ്യം ആക്രമിച്ചത്. ഇവരുടെ നിലവിളി കേട്ട് രക്ഷിക്കാനെത്തിയ ഭർത്താവ് മാഹിൻ കണ്ണിനും കടിയേറ്റു. ഇവിടെ നിന്നും ഓടിയ നായ സമീപത്തെ ശ്രീകണ്ഠന്റെ വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് അകത്ത് കയറി ശ്രീകണ്ഠനെയും ഭാര്യ ഓമനെയും ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ഒടുവിൽ നാട്ടുകാർ ചേർന്ന് നായയെ വീട്ടിൽ പൂട്ടിയിട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. വിഷബാധ സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മെയ് 1 പൂവച്ചൽ വിരണക്കാവ് വാർഡിലുണ്ടായ തെരുവനായ ആക്രമണത്തിൽ 12 പേർക്ക് കടിയേറ്റിരുന്നു. തെരുവനായ ശല്യം രൂക്ഷമായിട്ടും പഞ്ചായത്തോ മൃഗസംരക്ഷണ വകുപ്പോ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ഇത്തരത്തിൽ തെരുവനായ വീട്ടമ്മയുടെ വിരൽ കടിച്ചെടുത്തത്. കോഴിക്കോട് പേഴുമൂട് സ്വദേശിയായ ഓമനയുടെ ഇടത് കൈയിലെ വിരലാണ് നായ കടിച്ചെടുത്തത്. പേഴുമൂട് സ്വദേശി ഷാമില ബീവി, ഭർത്താവ് മാഹിൻ കണ്ണ്, ഓമനയുടെ ഭർത്താവ് ശ്രീകണ്ഠൻ എന്നിവർക്കും നായയുടെ കടിയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പാചകത്തിനായി അടുക്കള വാതിൽ തുറന്നപ്പോൾ അക്രമാസക്തനായ തെരുവുനായ വീടിനകത്തേക്ക് കുതിച്ചേറി ഷാമില ബീവിയെയാണ് ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇതിനുശേഷം ഷാമില ബീവിയുടെ നിലവിളി കേട്ട് രക്ഷിക്കാനെത്തിയ ഭർത്താവ് മാഹിൻ കണ്ണിനും തെരുവുനായയുടെ കടിയേൽക്കുകയായിരുന്നു. ഇവിടെ നിന്നും ഓടിയ നായ സമീപത്തെ ശ്രീകണ്ഠന്റെ വീടിന്റെ ഗേറ്റ് ചാടിക്കടന്നാണ് അകത്ത് കയറി ശ്രീകണ്ഠനെയും ഭാര്യയായ ഓമനെയും ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ഒടുവിൽ നാട്ടുകാർ ചേർന്ന് നായയെ വീട്ടിൽ പൂട്ടിയിട്ടതിനാലാണ് കൂടുതൽ അപകടം ഒഴിവാക്കാൻ സാധിച്ചത്. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ അടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മെയ് 1 സമാനമായ രീതിയിൽ പൂവച്ചൽ വിരണക്കാവ് വാർഡിലും ഇത്തരത്തിൽ തെരുവുനായ ആക്രമണത്തിൽ 12 പേർക്കാണ് കടിയേറ്റത്. ഈ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും ഈ തെരുവുനായ ശല്യം തുരത്താനായി പഞ്ചായത്തോ മൃഗസംരക്ഷണ വകുപ്പോ യാതൊരുവിധ അടിയന്തര നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാന ആക്രമണത്തിൽ 65-കാരൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ. 10 മണിക്ക് ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിക്കാനാണ് തീരുമാനം. പുലർച്ചെ പുരയിടത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ ആനയെ തുരത്തുന്നതിനിടെയാണ് വൈശ്ശേരി സ്വദേശി മോഹനനെ ആന ചവിട്ടിക്കൊന്നത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്നും കഴിഞ്ഞ ദിവസവും മോഹനന്റെ പുരയിടത്തിൽ ആന എത്തിയിരുന്നുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ വെളുപ്പിന് ഒരു 2:30 മണിയായിട്ടുണ്ട്. ആ സമയത്ത് ആന വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ കൂടി ഈ മോഹൻ എന്ന് പറഞ്ഞ ആൾ എൻ്റെ സുഹൃത്തും ക്ലാസ്മേറ്റൊക്കെയാണ്. പുള്ളിയുടെ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് ആനേനെ ഓടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ചെല്ലുകയാണ്. ഈ ഭാഗത്ത് എവിടെ ആന വന്നാലും പുള്ളിനെ ഓടിക്കാൻ പോകാറുള്ളത്. ഇതും ആനനെ ഓടിക്കാൻ പോയി സ്വാഭാവികമായിട്ടും പന്തൊക്കെ കത്തിച്ച് ഓടിക്കാൻ വേണ്ടി പന്തം കത്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് പെട്ടെന്ന് ആന വന്ന് ആളെ തട്ടി വീഴ്ത്തി കഴിഞ്ഞിട്ട് പിന്നെ കാലുകൊണ്ട് തട്ടി വന്ന് പോറ്റുകയും ചെയ്ത്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഈ ഭാഗത്ത് എപ്പോഴും ആനശല്യാണ്. ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഗ്രാമമാണെങ്കിൽ പോലും ഇവിടെ ആനശല്യം കാരണം കൃത്യമായിട്ട് ഉറങ്ങാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് ഇവിടെ നിന്ന് ആനയൊക്കെ വന്ന് ഫോറസ്റ്റുകാരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്തൊക്കെ വരാറില്ല. ഏതായാലും അതിരപ്പള്ളിയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. വൈശ്ശേരിയിൽ കാട്ടാന ആക്രമണത്തിലാണ് 65-കാരൻ കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഏതായാലും അതിരപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 10 മണിക്ക് ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിക്കാനാണ് തീരുമാനമുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. പുലർച്ചെ പുരയിടത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ ആനയെ തുരത്തുന്നതിനിടെയാണ് വൈശ്ശേരി സ്വദേശിയായ മോഹനനെ ആന ചവിട്ടി കൊലപ്പെടുത്തിയത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് എന്നതാണ് ഇപ്പോൾ ഈ പ്രദേശവാസിയുടെ അടക്കം
പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. പതിവായി കാട്ടാന ശല്യം ഉള്ള ഒരു പ്രദേശമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ മോഹനന്റെ പുരയിടത്തിൽ ആന എത്തിയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും അതിരപ്പള്ളിയിലാണ് പൈശ്ശേരിയിലാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. കാട്ടാനാക്രമണത്തിൽ 65-കാരനായ മോഹനാണ് കൊല്ലപ്പെട്ടത്. കോഴിക്കോട് കൊടിയത്തൂർ ചെറുവാടിയിൽ പുഴയിൽ പോത്തിന്റെ ജഡം കല്ലിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ കണ്ടെത്തി. കൊടിയത്തൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചെറുവാടി ഭാഗത്തെ ചാലിയാറിലാണ് ജഡം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് കൊടിയത്തൂർ പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ കസ്നയുടെ നേതൃത്വത്തിൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി പുഴയിൽ പകുതി താഴ്ന്ന നിലയിലായിരുന്നു ജഡം കണ്ടെത്തിയത്. JCB ഉപയോഗിച്ചാണ് മുകളിലേക്ക് ഉയർത്തിയത്. തുടർന്ന് പുഴയ്ക്ക് സമീപത്തുള്ള പറമ്പിൽ തന്നെ ജഡം സുരക്ഷിതമായി സംസ്കരിച്ചു. ശുദ്ധജലം സ്രോതസ്സായ ചാലിയാറിനെ മലിനമാക്കാൻ ശ്രമിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊടിയത്തൂർ ചെറുവാടിയിലാണ് ഇത്തരത്തിൽ പുഴയിൽ പോത്തിന്റെ ജഡം കണ്ടെത്തിയത്. കല്ലിൽ കെട്ടിയ നിലയിലാണ് ഇത്തരത്തിൽ ജഡം കണ്ടെത്തിയത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചെറുവാടി ഭാഗത്തെ ചാലിയാറിലാണ് ഇത്തരത്തിൽ പോത്തിന്റെ ജഡം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് കൊടിയത്തൂർ പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ കസ്നയുടെ നേതൃത്വത്തിൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി പുഴയിൽ പകുതി താഴ്ന്ന നിലയിലായിരുന്ന ജഡം JCB ഉപയോഗിച്ചാണ് മുകളിലേക്ക് ഉയർത്തിയത്. ഈ പുഴ മലിനമാക്കാനുള്ള ശ്രമമാണ്, സാമൂഹ്യ വിരുദ്ധരുടെ ശ്രമമാണ് ഇത് എന്നതാണ് നാട്ടുകാരുടെ അടക്കം ആരോപണം. അതിനുശേഷം ഈ മുകളിലേക്ക് ഉയർത്തിയ ജഡം തുടർന്ന് പുഴയ്ക്ക് സമീപത്തുള്ള പറമ്പിൽ തന്നെ സുരക്ഷിതമായി തന്നെ സംസ്കരിക്കുകയായിരുന്നു. ശുദ്ധജല സ്രോതസ്സായ ചാലിയാറിനെ മലിനമാക്കാൻ ശ്രമിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഏതായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.